Hello. We have seen how to call a display function using an object. ഇതിനകത്തൊരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൻ്റെ പേരെന്താണ്? The class name is student. അതിനകത്ത് void display എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. The body of the function is defined outside the class. എങ്ങനെയാണത്? void is the return type, then student എന്നുള്ളത് ക്ലാസിൻ്റെ പേരാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് void സ്റ്റുഡൻറ്റ് സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ ഡിസ്പ്ലേ. എന്നിട്ട് ഇതിൻ്റെ ബോഡി കൊടുത്തിരിക്കുന്നു. മെയിൻ ഫംഗ്ഷനകത്ത് നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റുഡൻറ്റ് S1 കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. S1 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ S1 അതിൻ്റെ ഡിസ്പ്ലേ കോൾ ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് S2 ചെയ്യുമ്പോൾ S2 എന്ന പേരിൽ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. S2 ഡോട്ട് ഡിസ്പ്ലേ മീൻസ് S2 ഈസ് കോളിങ് ഇറ്റ്സ് ഡിസ്പ്ലേ. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. അതായത് റീഡിങ് വരുത്തുന്നു. ഓക്കെ, അതായത് ഇതിനകത്ത് ഒരു വാല്യൂ കീബോർഡിനകത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ആ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് എ ക്ലാസ് ഹാസ് 2 types ഓഫ് മെമ്പേഴ്സ്. അതായത് ബേസിക്കലി 2 types ഉണ്ട്. അതായത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ബൈ ഡിഫോൾട്ട് ഇത് പ്രൈവറ്റ് ആണ്. ഞാനിപ്പോൾ പ്രൈവറ്റിൽ നിന്ന് കൊടുത്താലും പ്രൈവറ്റിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ദ ആക്സസ് ടൈപ്പ് ഈസ് പ്രൈവറ്റ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റിനകത്ത് എനിക്ക് രണ്ട് വാല്യൂസ് കീബോർഡിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ വാല്യൂസ് വയ്ക്കാൻ വേണ്ടി എന്ത് വേണം? 2 വേരിയബിൾസ് വേണം. കീബോർഡിനകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾസ് വേണം. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണം ഇൻറ്റ് എ എന്ന് ഡെഫിനിഷൻ കൊടുത്തു. സോ ഐ വിൽ ബി ആക്സെപ്റ്റിംഗ് എ ഇൻറ്റിജർ നമ്പർ ടു വേരിയബിൾ എ. ഞാൻ അടുത്തത് ഫ്ലോട്ട് എന്ന് കൊടുത്തു. ഫ്ലോട്ട് മീൻസ് പോയിൻ്റ് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ പോയിൻ്റുള്ള നമ്പേഴ്സ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇൻറ്റ് എ ഫ്ലോട്ട് ബി. ഞാൻ വേറൊരു CHAR ടൈപ്പ് കൊടുത്തു. CHAR ക്യാരക്ടർ C. അപ്പോൾ 3 വേരിയബിൾസ് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസ് ആർ നെയിംഡ് ലൊക്കേഷൻസ്. അപ്പോൾ ABC എന്ന് 3 വേരിയബിൾസ്. എ എന്നുള്ള വേരിയബിൾ എന്താണ്? വേരിയബിൾ ഇൻറ്റിജർ ടൈപ്പാണ്. അതായത് ദ ഡാറ്റ ടൈപ്പ് ഓഫ് വേരിയബിൾ എ ഈസ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 2 ബൈറ്റാണ് മെമ്മറിക്കകത്ത് മാറ്റി വയ്ക്കുക. അതിനകത്ത് 2 ബൈറ്റിൽ കൊള്ളാവുന്ന പോയിൻ്റില്ലാത്ത നമ്പേഴ്സ് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, 2 ബൈറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 65,536 ആണ്. അപ്പോൾ അത്രയും കോമ്പിനേഷൻ, അതായത് 65,536 കോമ്പിനേഷൻ, അതിനകത്ത് ഏത് നമ്പർ നമുക്ക് കൊടുക്കാം. ഫ്ലോട്ട് ബി എന്ന് പറയുമ്പോൾ ബി കണ്ടെയ്ൻ വി ക്യാൻ സ്റ്റോർ പോയിൻ്റ് നമ്പേഴ്സ്. അപ്പോൾ 4 ബൈറ്റ് മെമ്മറിക്കകത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് പോയിൻ്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. CHAR C എന്നുള്ളത് ക്യാരക്ടർ C ആണ്, ഫോർ സ്റ്റോറിങ് എ സിംഗിൾ ക്യാരക്ടർ. അപ്പോൾ അതിന് വേണ്ടി 1 ബൈറ്റ് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് വേരിയബിൾസ് ഞാനിപ്പോൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ആം ഡിഫൈനിങ് ഡിക്ലെയറിങ് A, B and C. So A is integer, B is float, C is character. വേരിയബിൾ നെയിം എന്നുള്ളത് നമുക്ക് എന്തും കൊടുക്കാം. ഒരു മീനിങ് ഫുൾ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കാം, കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റും ക്യാരക്ടറും കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഒരു ക്യാരക്ടർ ആയിരിക്കണം, ഇടയ്ക്ക് സ്പേസ് പാടില്ല, അണ്ടർസ്കോർ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് വേരിയബിൾ നെയിംസ്. അപ്പോൾ ABC എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിനകത്ത് ഡെഫിനേഷനാണ്. എന്തൊക്കെയാണ് ഡെഫിനേഷൻ ഉള്ളത്? അതായത് ഇതിനകത്ത് 3 വേരിയബിൾസ് ഉണ്ട്, ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കീബോർഡിനകത്തുന്നൊരു വാല്യൂ വാങ്ങിക്കാൻ വേണ്ടത്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ void എന്ന് കൊടുത്തിട്ട് ഞാൻ accept എന്നൊരു ഫംഗ്ഷൻ കൂടി ഡെഫിനേഷൻ കൊടുക്കുകയാണ്. void accept. അതായത് കീബോർഡിനകത്ത് വാല്യൂ വാങ്ങിക്കുന്ന ഫംഗ്ഷനാണ് accept എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ void accept എന്നൊരു ഫംഗ്ഷൻ കൊടുത്തു.
അപ്പോൾ ഞാൻ അത് താഴെ ഡെഫിനേഷൻ കൊടുക്കണം. എന്താണ് void എന്താണ് accept. സോ void student classൻ്റെ it belongs to student class. So scope resolution operator, function name is accept, and here I have to give the body of the function. എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്? കീബോർഡിനകത്ത് 3 വാല്യൂസ് വാങ്ങിക്കണം. എയും ബിയും സിയും വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വിളിക്കാൻ പോകുന്നത് എന്തായിരിക്കും? s1 ഡോട്ട് accept എന്ന് ഞാൻ കോൾ ചെയ്യും. s1 ഡോട്ട് accept എന്ന് കോൾ ചെയ്യുമ്പോൾ accept ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ s1 എന്നത് accept ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ദിസ് വിൽ കോൾ ദിസ് ഫംഗ്ഷൻ accept. അപ്പോൾ ആ സമയത്ത് സ്ക്രീൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. സ്ക്രീൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന യൂസറിന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസറിന് മനസ്സിലാവുന്ന പോലെ കാര്യം ചെയ്യണം. അതായത് ഇത് കീബോർഡിനകത്ത് വാങ്ങിക്കുകയാണെങ്കിൽ, കീബോർഡിനകത്ത് വാങ്ങിക്കാൻ വേണ്ടിയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ഒരു യൂസർ ഒരു മെസ്സേജ് കണ്ടിട്ടായിരിക്കണം ഇത് റെസ്പോണ്ട് ചെയ്യണത്. എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം യൂസറിനെ അറിയിക്കുക. സോ ഐ ആം ഗിവിങ് എ മെസ്സേജ് സി ഔട്ട്. അപ്പോൾ സി ഔട്ട് എന്നുള്ളത് ജസ്റ്റ് ഗിവിങ് എ മെസ്സേജാണ്. അപ്പോൾ സി ഔട്ട് എൻ്റർ എ ക്യാരക്ടർ കോമ ഇൻറ്റിജർ ആൻഡ് എ ഡെസിമൽ നമ്പർ നോക്കാം. ആൻഡ് എ ഡെസിമൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ചാൽ സ്ലാഷ് എന്നെന്താ നമുക്കറിയാം, അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസറിന് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത്. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യണം, ഒരു ഇൻറ്റിജർ എൻ്റർ ചെയ്യണം, ഒരു ഡെസിമൽ നമ്പർ എൻ്റർ ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്നുള്ളത് സി ഇൻ എന്ന് ഉപയോഗിക്കുക. അതായത് കീബോർഡിനകത്ത് ഒരു വാല്യൂ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ സോ സി ഇൻ എന്ന ഫംഗ്ഷൻ എന്നൊരു കീവേഡ് ഉപയോഗിക്കുകയാണ്. സി ഇൻ എന്ന് കൊടുത്തിട്ട് ഓപ്പറേറ്റർ നോക്കുക. ഓപ്പറേറ്റർ ഈസ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുക. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. സി ഇൻ ഗ്രേറ്റർ ദാൻ. ഇനി ആദ്യം കൊടുത്ത വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? ആദ്യം ഇങ്ങനെ മെസ്സേജ് കൊടുത്തുകൊണ്ട് ഒരു ക്യാരക്ടറാണ് യൂസർ എൻ്റർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആദ്യം വരുന്ന വാല്യൂ സിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മുടെ സി ആണ് എന്ത് ടൈപ്പ്? ക്യാരക്ടർ ടൈപ്പ്. അതുകൊണ്ട് ആദ്യം വന്ന വാല്യൂ സിയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് യൂസർ തരുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് എയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത് വരുന്നത് എന്തായിരിക്കും? ഡെസിമൽ നമ്പറാണ്, അത് ബിയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സി ഔട്ടിൻ്റെ ആവശ്യം എന്താണ്? സി ഔട്ട് ഈസ് ഫോർ ഡിസ്പ്ലേയിങ് എ മെസ്സേജ്. ആ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ എന്താണ് എൻ്റർ ചെയ്യേണ്ട കാര്യം, എന്താണ് പ്രോഗ്രാം എന്ന് യൂസറിന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് എ മെസ്സേജ് ടു ദി യൂസർ വാട്ട് ഹാസ് ടു ബി ഡൺ. അപ്പോൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും ആദ്യം എന്ത് വേണം? അക്സെപ്റ്റിന് മുമ്പ് എന്ത് കൊടുക്കണം? അല്ലെങ്കിൽ ഒരു എന്താണ് എൻ്റർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഓർഡർ ഇപ്പോൾ ഇൻറ്റിജർ ഡെസിമൽ നമ്പർ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ കൊടുത്ത എറർ കാണിക്കും. കാരണം ആദ്യം കൊടുത്ത നമ്പർ സിയിലേക്കാണ് വരുന്നത്. ആദ്യം കൊടുത്ത ക്യാരക്ടർ സിയിലേക്കാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാരക്ടർ ഇൻറ്റിജർ ഡെസിമൽ നമ്പർ എന്ന ഓർഡറിലാണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് യൂസർ എന്ത് ചെയ്യും? യൂസർ വിൽ ബി എൻ്ററിങ് ദ വാല്യൂസ് ഇൻ ദി ഓർഡർ ക്യാരക്ടർ ഇൻറ്റിജർ ആൻഡ് ഡെസിമൽ നമ്പർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഇൻ ദി ഓർഡർ CAB. ഓക്കെ, ഓരോന്നിനും അതിൻ്റേതായ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റേതായ പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാൻ പറയണം. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് എവിടെയുണ്ട്? വാല്യൂസ് എയിലും ബിയിലും സിയിലും ഉണ്ട്. ഞാൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ അത് മാറ്റം വരുത്തതാണ്. ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത് അതിൻ്റെ വാല്യൂസ് കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് സി ഔട്ട് യു എൻ്റേർഡ് ദ ക്യാരക്ടർ, ഇതൊരു മെസ്സേജ് മാത്രമാണ്. യു എൻ്റേർഡ് ദി ക്യാരക്ടർ എന്ത് പറയുന്നു? ഞാൻ സ്പേസ് ഇട്ടിട്ട് കോഡ്സ് ക്ലോസ് ചെയ്തു. ഇപ്പം എനിക്ക് കുറച്ച് അകന്ന് കിട്ടും. യു എൻ്റേർഡ് ദി ക്യാരക്ടർ, ആ തന്ന ക്യാരക്ടർ ഉണ്ടാവും സിക്കകത്ത് ഉണ്ടാവും. അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കീബോർഡിനകത്ത് നിന്ന് എന്ത് വാല്യൂ ആണ് കൊടുത്തത് ആ വാല്യൂ സിയിലുണ്ടാവും. അപ്പോൾ യു എൻ്റേർഡ് ദി ക്യാരക്ടർ സി എന്ന് കൊടുത്തു. അപ്പോൾ അത് കാണിക്കും. ദെൻ സി ഔട്ട് യു എൻ്റേർഡ് എ അല്ലെങ്കിൽ ആൻ ഇൻറ്റിജർ എ. ഓക്കെ, സി ഔട്ട്
you entered a decimal value b. ഇത് ഓരോന്നും കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് ലൈനിലേക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഓരോ പ്രാവശ്യവും ബിഫോർ പ്രിൻറ്റിങ് നെക്സ്റ്റ് ലൈനിൽ പോയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ സ്ലാഷിന് കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും പുതിയ ലൈനിനകത്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓരോ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? യു ക്യാൻ ഗീവ് എൻഡ് എൽ. അല്ലെങ്കിൽ ഓരോ കഴിയുമ്പോൾ യു ക്യാൻ ഗീവ് സ്ലാഷ് എൻ ഇൻ കോഡ്സ്. അപ്പോൾ സ്ലാഷ് എൻ കോഡ്സിനകത്താണെങ്കിലും എൻഡ് എൽ ആസ് ദി ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണെങ്കിലും പുതിയ ലൈനിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് സേവ് ചെയ്യാം. പ്രോഗ്രാം നെയിം ഈസ് 13. Program is saved. Then I am taking a terminal. Accessory is terminal. cd cpp classes. Okay. G++ compilation ആണ്. G++. Program name was 13.cpp. ഓക്കെ, അവിടെ എറർ ഉണ്ട്. എന്താണ്? സെമിക്കോളൻ അല്ലേ? ലൈൻ നമ്പർ 13 എറർ ഉണ്ട്. സെമിക്കോളൻ ഇല്ല. സെമിക്കോളൻ എക്സ്പെക്റ്റഡ്. നോക്കാം. ലൈൻ നമ്പർ 13. ലൈൻ നമ്പർ 13 അല്ല, 13 അല്ല. ലൈൻ നമ്പർ പ്രോഗ്രാം നെയിം ഈസ് 13. ലൈൻ നമ്പർ ഈസ് 25 ആൻഡ് 32. ഓക്കെ, 25 32 ആണ് എറർ. അപ്പോൾ നോക്കുക. 25 അവിടെ സെമിക്കോളൻ ഇല്ല. സോ ഹാവ് ടു പുട്ട് സെമിക്കോളൻ ഹിയർ. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. So I have to close the function. Okay. അപ്പോൾ നോക്കുക, ഇത് ക്ലാസ് കഴിഞ്ഞു. ഇത്രയും പോർഷൻ ക്ലാസ്സാണ്. ക്ലാസ്സിനകത്ത് കൊടുത്ത രണ്ട് ഫംഗ്ഷൻസിൻ്റെ ബോഡി കൊടുത്തു. ഇത് ആക്സെപ്റ്റ് ഫംഗ്ഷൻ്റെ ബോഡിയാണ്. ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ ബോഡി ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്ത്, മെയിൻ ഫംഗ്ഷൻ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ. ഓക്കെ. ./a.out for execution. Enter a character, integer and a decimal number. ഞാൻ ഒരു ക്യാരക്ടർ കൊടുത്തുന്നു. ക്യാരക്ടർ z എന്ന് കൊടുത്തു. ദെൻ ഒരു ഇൻറ്റിജർ 12 എന്ന് കൊടുത്തു. വേറെ നമ്പർ 13.5 എന്ന് കൊടുത്തു. സോ യു എൻറ്റേർഡ് ദി ക്യാരക്ടർ z. യു എൻറ്റേർഡ് an integer 12. യു എൻറ്റേർഡ് എ ഡെസിമൽ വാല്യൂ 13.5. അത് കഴിഞ്ഞ് പ്രോംപ്റ്റ് വന്നിരിക്കുകയാണ്. ആ പ്രോംപ്റ്റ് താഴേക്ക് വരെ എന്ത് കൊടുക്കണം? ഇവിടെ എന്ത് കൊടുക്കണം? യു ഹാവ് ടു ഗീവ് എൻഡ് ലൈൻ. ഓക്കെ. അപ്പോൾ അതും കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെഡ് കൊടുത്തു, 12 കൊടുത്തു, 13.5 കൊടുത്തു. ഓക്കെ. സോ ഔട്ട്പുട്ട് ഇപ്പോൾ എന്താണ് നമുക്ക് കണ്ടന്റ് മനസ്സിലാവും. സോ ഇവിടെ ഒരു എന്ത് വേണം? എൻ്റർ എ ക്യാരക്ടർ, ഇൻറ്റിജർ ആൻഡ് ഡെസിമൽ നമ്പർ. ഇതൊരു മെസ്സേജാണ്. ദിസ് മെസ്സേജ് വാസ് ഗിവൺ ഫോർ ഹെൽപ്പിംഗ് ദ യൂസർ. എന്തിനു വേണ്ടിയാണ്? എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂസറിന് മനസ്സിലാക്കണം. ദ യൂസർ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ടു ബി ഡൺ. സോ വി നീഡ് ടു ഗിവ് എ പ്രോപ്പർ മെസ്സേജ് ഫോർ ദിസ്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുക. ഇതിനകത്ത് ഇത് ആണ് ക്ലാസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് എയും ബിയും സിയും. എന്താണ്? എയും ബിയും സിയും 3 വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ 3 വേരിയബിൾസ് കീബോർഡിൻ്റെ വാല്യൂസ് കീബോർഡിനകത്ത് വാങ്ങാനും അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യാനും പ്രോഗ്രാം എഴുതി. ഓക്കെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിൻ്റെ s1.accept വാല്യൂസ് വാങ്ങിച്ചു. s1.display വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തു. ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്.
ഞാൻ വേറൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്റ്റുഡൻറ്റ് S1, S2. സോ ഐ ആം ഡിഫൈനിങ് 2 ഒബ്ജക്ട്സ്. രണ്ട് സെറ്റ് വാല്യൂസ് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 2 ഒബ്ജക്റ്റ്, 2 ചെയർ അല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ ചെയറിനും അതിൻ്റെ ഫെസിലിറ്റീസ്. അതുപോലെ ഐ ആം ട്രൈങ് ടു ക്രിയേറ്റ് 2 ഒബ്ജക്ട്സ്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റിനും എന്തുണ്ടാവും, ഇതിൻ്റെ സെയിം ലൊക്കേഷൻസ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതായത് ABC എന്നുള്ളത് ഇപ്പോൾ 2 സെറ്റായി. ഒന്ന് ആരുടെയാണ്, ഒന്ന് S1-ൻ്റെയാണ്. അപ്പോൾ S1 ഡോട്ട് അക്സെപ്റ്റ് കോൾ ചെയ്യുമ്പോൾ S1-ൻ്റെയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യും. അതുപോലെ S2 ഡോട്ട് അക്സെപ്റ്റ് കോൾ ചെയ്യുമ്പോൾ S2-ൻ്റെയിലേക്ക് വാല്യൂസ് വാങ്ങിച്ചു വയ്ക്കും. വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതായത് എന്താണ്, ക്ലാസ്സിനകത്ത് ABC എന്ന് 3 വേരിയബിൾസ് കൊടുത്തു. ഈ 3 വേരിയബിൾസിൻ്റെയും ഓരോ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ABC ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ ഒബ്ജക്റ്റിൻ്റെ ABC മറ്റേ ഒബ്ജക്റ്റിന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ABC വാല്യൂസ് കൊടുത്തു. വീണ്ടും ഐ ആം കോളിംഗ് S2 ഡോട്ട് അക്സെപ്റ്റ്. സോ I am accepting values of ABC of S2 object. അത് കഴിഞ്ഞ് ഞാൻ S1 ഡോട്ട് ഡിസ്പ്ലേ കൊടുത്തു, S2 ഡോട്ട് ഡിസ്പ്ലേയും കൊടുത്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം ഇവിടെ. അതായത് സി ഔട്ട് ഫസ്റ്റ് എൻട്രി ഡീറ്റെയിൽസ്, ഒന്നാമത്തെ എൻട്രി ഡീറ്റെയിൽസ് ആണ് എന്നൊരു മെസ്സേജ് കൊടുത്തു. ഇത് വെറുതെ കൊടുത്താണ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അടുത്തത് സി ഔട്ട് സെക്കൻഡ് എൻട്രി ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽഡ് എററുണ്ട്. S2 ഡോട്ട് ഡിസ്പ്ലേ എന്ത് സംഭവിച്ചു, യു നീഡ് സം സെമിക്കോളൻ ദർ, സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, അഗെയിൻ കമ്പൈൽ. ഓക്കെ, ./a dot out, enter a character, integer and a decimal number. ക്യാരക്ടർ ഞാൻ Q എന്ന് കൊടുത്തു, നമ്പർ 11 കൊടുത്തു, 11.5 കൊടുത്തു. അടുത്ത ഒബ്ജക്റ്റിൻ്റെ കോൾ ചെയ്യാണ്, S2-ൻ്റെയാണ് ചോദിക്കുന്നത്. ഞാൻ W എന്ന് കൊടുത്തു, 12 കൊടുത്തു, 12.5 കൊടുത്തു. ഓക്കെ, അപ്പോൾ S1 ഡോട്ട് ഡിസ്പ്ലേ ഫസ്റ്റ് എൻട്രി ഡീറ്റെയിൽസ് യു എൻറ്റേഡ് Q 11.5. സെക്കൻഡ് എൻട്രി ഡീറ്റെയിൽസ് യു എൻറ്റേഡ് W 12.5. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 സെറ്റ് വാല്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ടേബിളിനകത്ത് 2 റോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോലെയാണ്. ഒരു ടേബിളിനകത്ത് 2 റോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. നോക്കാം, ഞാൻ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേരിയബിളിൻ്റെ പേര് ക്ലാസ് നമ്പർ, നെയിം, ഏജ്, മാർക്ക് എന്നൊക്കെ ആയിരുന്നെങ്കിൽ, ക്ലാസ് നമ്പർ, നെയിം, ഏജ്, മാർക്ക് എന്നായിരുന്നെങ്കിൽ, ഞാൻ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ 3 ഒബ്ജക്റ്റിൻ്റെയും ആക്സെപ്റ്റ് കോൾ ചെയ്യുമ്പോൾ ഈ 3 റോസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് 3 ഒബ്ജക്റ്റാണ്. 3 ഒബ്ജക്റ്റിൻ്റെയും വേരിയബിൾ നെയിംസ് എന്താണ്, സെയിം ആണ്, ക്ലാസ് നമ്പർ, നെയിം, ഏജ്, മാർക്ക് എന്നാണ്. പക്ഷേ ഓരോന്നിനകത്തും കീബോർഡിനകത്ത് കൊടുത്ത വാല്യൂസ് ഡിഫറൻ്റ് ആണ്. ഓരോ റോയ്ക്കകത്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ യു ക്യാൻ തിങ്ക് ആസ് എഫ് എ സെപ്പറേറ്റ് റോ ഫോർ ഈച്ച് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. S1-ൻ്റെ ക്ലാസ് നമ്പർ S2 ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. S2 ഡോട്ട് ക്ലാസ് നമ്പർ, S2 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, S2 ഈസ് ആക്സസിങ് ദ വേരിയബിൾസ് ഓഫ് S2 ഓൺലി. ഓക്കെ, ഇതിനകത്തൊരു കാര്യം എന്നുള്ളത് നോക്കുക. ഇവിടെ പബ്ലിക് എന്ന് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എന്ന് കൊടുക്കാനുള്ള കാര്യം എന്താണ്, നമുക്ക് മെയിൻ ഫംഗ്ഷനകത്ത് നിന്ന് ഇതിനെ കോൾ ചെയ്യണം. അപ്പോൾ S1 ഡോട്ട് അക്സെപ്റ്റ് കോൾ ചെയ്യുമ്പോൾ S1 ഡോട്ട് അക്സെപ്റ്റ് എന്ന് കോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ, if you want to call S1 dot accept, then the function accept should be defined as public. The function accept is defined as public. പക്ഷേ ഈ accept യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്താണ്, വേരിയബിൾസ് പ്രൈവറ്റ് ആണ്. ഓക്കെ, accept യൂസ് ചെയ്യുന്ന വേരിയബിൾസ് പ്രൈവറ്റ് ആണ്.
ഡിസ്പ്ലേയും പബ്ലിക്കാണ്, പക്ഷേ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്താണ്, പ്രൈവറ്റ് ആണ്. എന്തുകൊണ്ടാണ് അക്സെപ്റ്റും ഡിസ്പ്ലേക്കും ഈ വാല്യൂസ് യൂസ് ചെയ്യാൻ പറ്റിയത്? ബിക്കോസ് ദേ ബിലോങ്സ് ടു ദിസ് ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ്സിനകത്താണ് എന്തുള്ളത്, അക്സെപ്റ്റും ഡിസ്പ്ലേ ഉള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള വേരിയബിൾസിനെ ഈ ക്ലാസ്സിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങിനകത്തുള്ളവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി കോൾ ദിസ് ആസ് മെമ്പർ ഫങ്ഷൻസ്. These accept and display are termed as member functions and these variables as member variables. അപ്പോൾ മെമ്പർ വേരിയബിൾസിനെ മെമ്പർ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ബിക്കോസ് ദേ ബിലോങ് ടു സെയിം ഫാമിലി, അല്ലെങ്കിൽ ദേ ബിലോങ് ടു സെയിം ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. ദേ ആർ എൻക്ലോസ്ഡ് വിതിൻ ദാറ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. ഈ ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് കോൾ ചെയ്യാം. ഇപ്പോൾ അക്സെപ്റ്റ് ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് കോൾ ചെയ്യണമെങ്കിൽ എന്ത് പറ്റില്ല, അതെന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി പബ്ലിക്. ഇപ്പോൾ s1 ഡോട്ട് അക്സെപ്റ്റ് എന്ന് കോൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് പബ്ലിക് ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇഫ് ഐ ആം ട്രൈങ് ടു ആക്സസ് s1 ഡോട്ട് എ, s1 എന്ന ഒബ്ജക്റ്റിൻ്റെ ആണ് അക്സെപ്റ്റും ഡിസ്പ്ലേയും. അതുപോലെ s1 എന്ന ഒബ്ജക്റ്റിന് എയും ബിയും സിയും ഉണ്ട് അല്ലേ. s1 ഹാസ് എ ബി സി, s2 ഹാസ് എ ബി സി. s1നെ s1 ഡോട്ട് എ എന്ന് ഞാൻ ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമായിരിക്കും? കാരണം ഇത് ക്ലാസ്സിന് പുറത്താണ്. s1 ഡോട്ട് എ എന്ന് ഞാൻ ഇവിടെ ആക്സസ് ചെയ്യാൻ കൊടുത്താൽ എന്ത് കാണിക്കും? എ ഈസ് നോട്ട് ആക്സസിബിൾ എന്ന് കാണിക്കും. ഓക്കെ, ഞാൻ പക്ഷേ ഇതുകൂടി പബ്ലിക് ആക്കിയാൽ എനിക്ക് എന്ത് പറ്റും? ഇവിടെ എനിക്ക് s1 ഡോട്ട് എ, s1 ഡോട്ട് ബി, s1 ഡോട്ട് സി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ വേരിയബിൾസ് ഉണ്ട്, വേരിയബിൾ കോപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് എന്തില്ല, എനിക്ക് ക്ലാസ്സിന് പുറത്ത് s1 ഡോട്ട് എന്ന് കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഫങ്ഷൻസ് എന്താണ്, ഫങ്ഷൻസ് പബ്ലിക് ആയതുകൊണ്ട് എനിക്ക് s1 ഡോട്ട് എന്ന് s1 ഡോട്ട് അക്സെപ്റ്റും s1 ഡോട്ട് ഡിസ്പ്ലേയും കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇതുകൂടി പബ്ലിക് ആക്കിയാൽ എനിക്ക് എന്ത് പറ്റും? എനിക്ക് ഇവിടെ ആണെങ്കിൽ s1 ഡോട്ട് എ എന്ന് വേണമെങ്കിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക കൃത്യമായിട്ട്. ഒരു ക്ലാസ്സിനകത്ത് കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ദീസ് ഫങ്ഷൻസ് ക്യാൻ ആക്സസ് ദി വേരിയബിൾസ് ബിക്കോസ് ദീസ് ഫങ്ഷൻസ് ആർ എ പാർട്ട് ഓഫ് ദിസ് ക്ലാസ്. ഇനി ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളെ ഈ ക്ലാസ്സിന് പുറത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ, if you want to access the member variables or member functions of a class outside the class, we need to define them as public. Okay. Since I have defined this as public, I can access the accept and display from a place outside the class. Main function എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. CPP programs execution starts from main function. ആദ്യം വർക്ക് ചെയ്യുന്നതായിരിക്കും ഇതായിരിക്കും. അപ്പോൾ this line executes and so this now it will look for a class called student, then it will create a class. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞ് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ മെയിൻ ഫംഗ്ഷനകത്തു നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐഡിയ കൃത്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്. ഓക്കെ.